പിച്ചു, നമുക്ക് ഇന്ന് രാത്രി ബിരിയാണി ആക്കിയാലോ? ബിരിയാണി വേണ്ട, ഫ്രൈഡ് റൈസ് വെക്ക്. അതാകുമ്പോൾ അമ്മ ഹാപ്പിയാവും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പില്ലേ, താനത് വെച്ചൊരു ചില്ലി ചിക്കൻ കൂടെ ഉണ്ടാക്കുക. അത് അച്ഛന് ഇഷ്ടമാണ്. ശരി. എടോ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഞാൻ ലീവാക്കിയിരുന്നു. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമ കൊള്ളാം. എന്നാലേ നമ്മുടെ പുഴയുടെ സൈഡിലുള്ള അമ്പലമില്ലേ, അമ്മ കുറേ നാളുകൊണ്ട് പറയാം അവിടെ നിന്ന് പോവാന്ന്. ഇപ്പം പോവാണെങ്കിൽ അമ്മയൊന്ന് ഹാപ്പിയാവും. ശരി, എന്നാ വേഗം റെഡി ആയിക്കോ. എടോ എടോ, ഇതേ ഞാനേ ഇത് അമ്മൂന് വേണ്ടി മേടിച്ചതാ. അടുത്ത ആഴ്ച അവളുടെ ബർത്ത്ഡേ അല്ലേ, ഇത് തൻ്റെ കൈ കൊണ്ട് കൊടുക്കണമെങ്കിൽ അവൾ ഹാപ്പിയാവും. അതിനെന്താ, ഞാൻ കൊടുത്തോളാം. മുറിയിൽ വെച്ചേരെ. ആ പിന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ്. ആരെയൊക്കെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കി വെക്കണം നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഇത് അമ്മ ഹാപ്പിയാവും, ഇത് അച്ഛൻ ഹാപ്പിയാവും, അനിയത്തി ഹാപ്പിയാവും. പക്ഷെ എപ്പോഴേലും ഇവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ത് ചെയ്തല്ല നിന്റെ വൈഫ് ഹാപ്പി ആവുന്നേ, എങ്ങനെ അവളെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമെന്ന്?